ആ ലീസിങ് ശരിയാ. അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ്ങിന്റെ മുകൾ വശം വരെ പഠിപ്പിച്ചു. ഓഫ് ആൻ എക്യുപ്മെന്റ്സ്. മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് മിസ്. എന്തൊക്കെയുണ്ട് വിശേഷം? പഠിക്കുന്നുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ പഠിക്കുന്നുണ്ടോ? ഒരുപാടാ? ഏറെക്കുറെ. ഓക്കെ. എന്താണ് ലീസിംഗ് എന്ന് പറഞ്ഞാല്? അത് പഠിപ്പിച്ചില്ലായിരുന്നു ടീച്ചർ. പണയത്തിനെടുക്കുക, പണയത്തിന്. Leasing is a process by which the right to handle an equipment changes, but ownership does not change. ഒരു ഉപകരണം കൈമാറുന്നതിനുള്ള അവകാശം, പക്ഷെ ഓണർഷിപ്പിന് മാത്രമല്ല, ആ പ്രക്രിയക്കാണ് ലീസിംഗ് എന്ന് പറയുന്നത്. അവകാശം കൊടുക്കുന്നതാണ്, ഓണർഷിപ്പ് കൊടുക്കില്ല. എന്താണ്? അവകാശം കൊടുക്കുന്നതാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ലീസിംഗിൽ ആരൊക്കെ ഉണ്ടാവും? ഏതൊക്കെ പാർട്ടീസ് ഉള്ളത്? ലെസ്സറും ലെസ്സിയും. ലെസ്സർ ആരാണ്? ലെസ്സർ അത് ലീസിന് കൊടുക്കുന്ന ആള് ലെസ്സർ, അതിന്റെ ഓണർ. ലെസ്സി അത് സ്വീകരിക്കുന്ന ആള്, റിസീവ് ചെയ്യുന്ന ആള് ലെസ്സി. ക്ലിയർ അല്ലേ? ഇത്ര വരെയുള്ള ഭാഗങ്ങള് ഓക്കെയാണോ? ടോം കേൾക്കുന്നുണ്ടോ? ഏറെക്കുറെ പഠിച്ചവനാണ് കേട്ടാ. പിള്ളേര് പറയുന്നത് കേട്ടാ? പോയോ ടോം? കേക്ക്. ഓക്കെ. നെക്സ്റ്റ് ഭാഗം തുടങ്ങിയല്ലോ എടുക്കാനുള്ളത്. ലെസ്സറും ലെസ്സിയും നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ലീസിങ്ങിന്റെ കാരണങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാ? ഇനി അഡ്വാൻറ്റേജസ് തുടങ്ങിയാണ് എടുക്കാനുള്ളത്. അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ്. നോക്കിക്കോളൂ. അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ്. എന്തൊക്കെ ഗുണങ്ങളാണ് ലീസിങ് കൊണ്ടുള്ളത്? സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. Risk of obsolescence is lessened. Maintenance can be done by both the lessor and lessee, and procurement of the equipment lead time is lessened. ഇത്രയും കാര്യങ്ങളാണ് ലീസിംഗിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. എന്താണ് ഔട്ട്ലേ എന്ന് പറഞ്ഞാല്? ഔട്ട്ലേ എന്താ? മുതൽ മുടക്ക്. നമ്മളൊരു സാധനത്തിന് ക്യാഷ് കൊടുത്താണല്ലേ നമ്മൾ വാങ്ങിക്കുന്നത്. അതിന് നമ്മൾ ചെലവാക്കിയ തുക, മുതൽ മുടക്ക് എന്ന് പറയുന്നത് എന്താണ്? ലീസിംഗിൽ വരുമ്പോ അത് കുറയുന്നു, സ്മോൾ ആയിരിക്കും. അതാണ് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് എന്താണ്? റിസ്ക് ഓഫ് ഒബ്സലൻസ് ഈസ് ലെസ്സൻഡ്. എന്താണ് ഒബ്സലൻസ്? എന്താ ഒബ്സലൻസ്? കാലാഹരണപ്പെടൽ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കാലാഹരണപ്പെടുക എന്നുള്ളത്. അതാണ് ഒബ്സലൻസ് എന്ന് പറഞ്ഞാല്. കാലാഹരണപ്പെടൽ. എന്താണ്? ഒരു വസ്തു ഉപയോഗിക്കാൻ പറ്റാതെ ആവാം, അല്ലെങ്കിൽ എന്താണ്? ഔട്ട്ഡേറ്റഡ് ആവാം, അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒബ്സലൻസിൽ വരുന്നത്. അപ്പൊ അതിന്റെ റിസ്ക് അല്ലെ, അതിന്റെ റിസ്ക് ഓഫ് ഒബ്സലൻസ് എന്താണ്? കുറയുന്നു, ലെസ്സൻഡ് ആവുന്നു. അതാണ് അടുത്ത അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. പിന്നെന്താണ്? മെയിൻ്റനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസ്സർ ആൻഡ് ലെസ്സി. ഇപ്പൊ എന്ത് ആ എക്യുപ്മെന്റിനോ അല്ലെങ്കിൽ ആ മെഷീനോ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ ചെയ്യണോ അല്ലെ? ലെസ്സറും ചെയ്യാം, ലെസ്സിക്കും എന്താണ് അതിന്റെ ഉത്തരവാദിത്വം. അത് നല്ല രീതിയിൽ റിപ്പയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഉത്തരവാദിത്തം രണ്ടുപേർക്കുമുണ്ട്. പിന്നെന്താണ്?
Procurement of equipment lead time is lessened. എന്താണ് പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാല്? സംഭരണം അല്ലെ? സംഭരണവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ലീഡ് ടൈമും. നമ്മളിപ്പോ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമുക്ക് വേണമെങ്കിൽ എന്താണ്, നമ്മൾ അത് ഓർഡർ കൊടുത്ത് നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെ കുറെ ടൈം പിടിക്കും അല്ലെ? ലീഡ് ടൈം ഒത്തിരി ആവും. അതുകൊണ്ട് തന്നെ ഈ ലീസിങ്ങിന് എടുക്കുകയാണെങ്കിൽ എന്താണ്, അതിന്റെ പ്രൊക്യൂർമെന്റും സംഭരണവും ലീഡ് ടൈമും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ലീസിങ്ങിന്റെ ഗുണങ്ങളായിട്ട് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ്. മനസ്സിലായോ? എന്താ പറഞ്ഞത്? മുതൽ മുടക്കില് കുറവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഒബ്സലൻസ്, കാലാഹരണപ്പെട്ടു പോകുന്നതില് അല്ലെ, റിസ്ക് ഓഫ് ഒബ്സലൻസ് കുറയുന്നുണ്ട്. അതുപോലെ എന്താണ്, എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലെസ്സറും ലെസ്സിയും അത് ഏറ്റെടുക്കണം. അതിന്റെ ഉത്തരവാദിത്തം രണ്ടുപേർക്കും ഉണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്? പ്രൊക്യൂർമെന്റ്, സംഭരണവും അതുപോലെ തന്നെ ലീഡ് ടൈമും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് 2 പോയിന്റ്സ് പഠിക്കാനുണ്ട്. ഔട്ട്ലേ എന്താണ്, ഒബ്സലൻസ് എന്താണ്? നമ്മള് അഡ്വാൻറ്റേജസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി കൊടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാം. ഔട്ട്ലേ എന്താണ് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഒബ്സലൻസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഔട്ട്ലേ എന്താണ്? മുതൽ മുടക്കല്ലേ? നോക്കിയേ. An amount of money spent on something. എന്താണ്? ഒരു സാധനം വാങ്ങാനായിട്ട് ചിലവാക്കുന്ന തുക, അതിനെയാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. മുതൽ മുടക്ക്. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോ ക്യാഷ് കൊടുത്താണല്ലേ നമ്മൾ വാങ്ങിക്കുന്നത്. ആ ക്യാഷ് നമ്മൾ മുടക്കിയ മുതൽ മുടക്കിനെ പറയുന്നതാണ് ഇത് ഔട്ട്ലേ. മനസ്സിലായോ? An amount of money spent on something. ഓക്കെ ആണോ? ഇനി എന്താണ് ഒബ്സലൻസ്? നോക്കിയേ. കാലാഹരണപ്പെടൽ. ഒബ്സലൻസ് മീൻസ് കാലാഹരണപ്പെടൽ. The process of become outdated or old-fashioned and no longer used. No longer used എന്നുള്ളത് ഒന്ന് മുകളിലോട്ട് ഒന്ന് കയറ്റി എഴുതണം കേട്ടോ. ഒപ്പം തന്നെ ഉള്ളതാണ്, ആ സെന്റൻസിന്റെ ഒപ്പം തന്നെ ഉള്ളതാണ് no longer used. ഓക്കെ, മുകളിലേക്ക് ഒന്ന് കയറ്റി എഴുതിയാൽ മതി കേട്ടോ. The process of being updated or out-fashioned and no longer used. എന്താ പറയുന്നത്? കാലാഹരണപ്പെട്ടതോ ഓൾഡ് ഫാഷൻ ആയതോ ആയ അവസ്ഥ, അതിനെയാണ് നമ്മള് എന്ത് ഒബ്സലൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഒരു ഉപകരണം ഉപയോഗിക്കാൻ പറ്റാതെയായി, അങ്ങനെയുള്ള ഒരു അവസ്ഥയെ നമ്മൾ ഒബ്സലൻസ് എന്ന് പറയുന്നുണ്ട്. ഒരു ഉപകരണം ഉപയോഗിക്കാൻ പറ്റാതെ ആകുന്ന അവസ്ഥ അല്ലെ, ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയെ നമ്മള് കാലാഹരണപ്പെടൽ അല്ലെങ്കിൽ ഒബ്സലൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 2 കാര്യങ്ങളും ഔട്ട്ലൈൻ പഠിക്കണം, ഒബ്സലൻസും ഇമ്പോർട്ടന്റ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണ്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഔട്ട്ലൈൻ ഇമ്പോർട്ടന്റ് ആണ്, ഒബ്സലൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ? ഡൗട്ട് വല്ലതും വരുന്നുണ്ടോ? ടോം ഓക്കെ ആണോ? ടോം ഓക്കെ. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് നോക്കിയേ. Disadvantages of leasing. He is the lesser. Lesser സ്പെല്ലിംഗ് അവിടെ തെറ്റുന്നുണ്ടോ? ഒന്ന് തിരുത്തിക്കോളൂ. വെച്ചോളൂ. LESSOR ആക്കണം കേട്ടോ അവിടെ. He is the lesser who controls the equipment. Lesser has the access to the equipment inspection. Lesser has the right to seize the lease period. അപ്പൊ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് എന്താണ്? ലെസ്സറിനാണ് എല്ലാ കൺട്രോളും അല്ലെ, ലെസ്സർ എല്ലാ കാര്യങ്ങളും ചെയ്യണം.
അതാണ് ലീസിംഗിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ലെസ്സറിനാണ് എക്യുപ്മെന്റ് കൺട്രോൾ ചെയ്യേണ്ട ഡ്യൂട്ടി. അതുപോലെ തന്നെ എന്താണ് ഇൻസ്പെക്ഷൻ ചെയ്യാം അല്ലെ, അത് നിരീക്ഷിക്കാം. എക്യുപ്മെന്റ് എങ്ങനെയാണ് അവരെ കംപ്ലൈന്റ് ഉണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കേണ്ടത് അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആരാണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ലെസ്സറിനാണ്. അതുപോലെ തന്നെ എന്താണ് ലെസ്സർ, നമ്മള് ഈ എഗ്രിമെന്റ് ലെസ്സിന് കൊടുക്കുമ്പോൾ നമ്മളൊരു എഗ്രിമെന്റ് വെക്കും അല്ലെ. എഗ്രിമെന്റ് വെക്കുമ്പോൾ ലെസ്സറും ലെസ്സിയും അതിലെ പങ്കാളികളാണ്. അപ്പോ ഈ ലെസ്സി ഉപയോഗിക്കുന്ന അല്ലെ, ലെസ്സർ ആണ് എന്ത് കൊടുക്കുന്നത്, ആ ഉപകരണം നമ്മള് എന്താണ് കൈകാര്യം ചെയ്യാനായിട്ട് കൊടുക്കുന്നത് ലെസ്സിക്ക്. അപ്പോ ആ ലെസ്സി എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെയല്ല, എഗ്രിമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടല്ല ആ ഉപകരണം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇതാണ് ലെസ്സറിന് ആ എഗ്രിമെന്റ് നിർത്തലാക്കാനായിട്ടുള്ള റൈറ്റ്. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ആ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെയല്ല ലെസ്സി ആ ഉപകരണം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എന്താണ് ലെസ്സറിന് ആ എഗ്രിമെന്റ് നിർത്തലാക്കാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? ഡിസ്അഡ്വാൻറ്റേജസിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് എക്യുപ്മെന്റിന്റെ കൺട്രോള് വഹിക്കുന്നത് ആരാണ്, ലെസ്സറാണ്. അതുപോലെ തന്നെ എക്യുപ്മെന്റ് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത് ആരാണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ലെസ്സറിനാണ്. അതുപോലെ തന്നെ ലെസ്സറിന് ആ എഗ്രിമെന്റ് നിർത്തലാക്കാനുള്ള അവകാശം കൂടിയുണ്ട്. ലെസ്സി എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെയല്ല ആ ഉപകരണം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ ലെസ്സറിന് ആ എഗ്രിമെന്റ് നിർത്തലാക്കാനുള്ള റൈറ്റ് കൂടിയുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡിസ്അഡ്വാൻറ്റേജസ് 3 കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെന്താണ് ഷെയർഡ് സർവീസ് ആക്ട് ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ലോണ്ടറി സർവീസസ്. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ എന്താണ് നല്ല രീതിയിൽ അവർക്ക് ഏരിയാസ് ഒന്നും ഇല്ലെങ്കിൽ വേസ്റ്റുകളൊക്കെ കത്തിക്കാനായിട്ട് എന്ത് ചെയ്യുന്നവര് കോൺട്രാക്ട് ബേസിൽ ലീസിന് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ തുണികളൊക്കെ അലക്കാനായിട്ട് വാഷിംഗ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലാകുമ്പോൾ നമുക്കറിയാം കുറെ അധികം ഡ്രസ്സുകള് തുണികളൊക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ വാഷ് ചെയ്യാനായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ സ്ഥലം ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, കോൺട്രാക്ട് ബേസിൽ എടുത്ത് ചെയ്യാറുണ്ട്. അതാണ് അവിടെ ആ ജസ്റ്റ് ആ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ്, അതുപോലെ ഔട്ട്ലേ പഠിക്കണം, ഒബ്സലൻസ് എന്താണെന്ന് പഠിക്കണം, ലീസിങ് എന്താണെന്ന് പഠിക്കാം, ലെസ്സർ ലെസ്സി ആരാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ ആണോ? ഇത്രയും ഭാഗങ്ങള് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി നോക്കിയേ, സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. ഒരു ഉപകരണം വാങ്ങിക്കുന്നതായിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നതും അതുപോലെ സഹകരണവുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഉപകരണം സെലക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കിയേ. ഫസ്റ്റ് വൺ നോക്കിയേ, സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ. നമ്മൾ ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? നമ്മൾ പഠിച്ചല്ലേ, ഹോസ്പിറ്റലിലാണെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അവർക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ ആരോടാ പറയുന്നത്? ആരോടാ പറയാം? ഓർമ്മയുണ്ടോ പഠിപ്പിച്ചത്? ആരോട് പറയാം? യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആരോടാ പറയാം വാങ്ങിത്തരണമെന്ന്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയാം അല്ലെ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ലിസ്റ്റ് തയ്യാറാക്കി പർച്ചേസ് കൊടുക്കും. അപ്പോ അതനുസരിച്ചിട്ട് അവരുടെ നീഡ് അനുസരിച്ചിട്ട് വേണം നമ്മള് ഉപകരണങ്ങള് അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനായിട്ട്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതനുസരിച്ചിട്ട് വേണം ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഫോർ എഫക്ട് ഓഫ് ആഫ്റ്റർ സെയിൽ സർവീസ് ആൻഡ് സ്പെയർ അവൈലബിലിറ്റി. എന്താണ് നമ്മളൊരു ഉപകരണം വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും എക്യുപ്മെന്റ് ഒക്കെ വാങ്ങിക്കുമ്പോ നമ്മൾ നോക്കാറുണ്ടോ? എന്താ നോക്കുക നമ്മള്? എന്തൊക്കെയാ നമ്മൾ നോക്കുക? പറഞ്ഞു തന്നോ? എന്തൊക്കെ നോക്കാറ് നമ്മള്?
ഒരു ഫ്രിഡ്ജോ അല്ലെങ്കിൽ ടി വി ഒക്കെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അല്ലെ. പിന്നെ എന്തൊക്കെ ചെക്ക് ചെയ്യാം, എന്തൊക്കെ ചെക്ക് ചെയ്യും, സ്പെയർസ് കിട്ടുന്നോ അല്ലെ, സ്പെയർ പാർട്സുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് ഈ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ, അതിനുള്ള സ്പെയർ പാർട്സുകൾ ഉണ്ടോ എന്നുള്ളതും അത് അവൈലബിൾ ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യണം, നോക്കണം. പിന്നെന്താണ്, നമ്മളൊരു ഉപകരണം വാങ്ങിക്കുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ. തേർഡ് പോയിന്റ് നോക്കിയേ, ഇൻസ്റ്റാളേഷൻ, ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ. നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. കാലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജീവനക്കാരെ എന്ത് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കണം. അതാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. അത് ഇൻസ്റ്റാൾ, നമ്മൾ ഒരു ഉപകരണം വാങ്ങിച്ചു ഹോസ്പിറ്റലിലേക്ക്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. അതാണ് കാലിബ്രേഷൻ ഓർ ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, അതിനുള്ള ട്രെയിനിങ് കൊടുത്തു അല്ലെ ആൾക്കാർക്ക്. ഇനി അത് ടെസ്റ്റിംഗ് ചെയ്ത് നോക്കണ്ടേ, ടെസ്റ്റിംഗ് അതാണ് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് ട്രെയിനിങ് നൽകി. ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം എന്താണ്, അത് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു നോക്കി, ടെസ്റ്റിംഗ് നടത്തി. പിന്നെന്താണ്, മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി. എന്താണ് മാനുവൽ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാല്, ബുക്ക്ലെറ്റ് അല്ലെ. നമ്മളിപ്പോ ടി വി വാങ്ങിക്കുമ്പോഴും ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോഴൊക്കെ ഒരു ബുക്ക്ലെറ്റ്, എന്തൊരു സാധനം വാങ്ങിച്ചാലും നമുക്ക് കിട്ടാറില്ലേ, അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിമോട്ട് എങ്ങനെയാണ്, അതിന്റെ സ്വിച്ചുകളുടെ കാര്യങ്ങള് നമ്മള് ആ മാനുവലിൽ ഉണ്ടാവാറില്ലേ. ഓരോ സ്പെയർസിന്റെയും കണക്ട് ചെയ്യേണ്ടത്, വയർ എങ്ങനെ കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ മാനുവലിൽ ഉണ്ടാവുമ്പോൾ ബുക്ക്ലെറ്റ് ആണ്. കണ്ടിട്ടുണ്ടോ നിങ്ങള് ബുക്ക്ലെറ്റ് പോലത്തെ മാനുവൽ? അതാണ് മാനുവൽ. അപ്പൊ മാനുവൽ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഉപകരണം സെലക്ട് ചെയ്യുമ്പോഴും അതിന്റെ സംഭരണവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇതാണ് ഫസ്റ്റ് വൺ. എന്തായിരുന്നു, യൂസർ ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ഉപകരണവും സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ, സ്പെയർസ് ഉണ്ടോ, അത് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ചെയ്യണം. ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക. അതാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി ട്രെയിനിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യിച്ച് നോക്കണ്ടേ, ടെസ്റ്റിംഗ് നടത്തി. അതിനുശേഷം എന്താണ്, അതിന്റെ മാനുവൽസ് അവൈലബിൾ ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. അഞ്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഡൗട്ട് വരുന്നുണ്ടോ? നമുക്കറിയാം അല്ലെ, അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അധികാരം ഇതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. 5 കാര്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് സർവീസസ്. സർവീസസിന്റെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഫണ്ടുകൾ സ്വീകരിക്കണം അല്ലെ. ഹോസ്പിറ്റലിൽ നിന്നും ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഫണ്ടുകൾ എടുക്കുക. ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഗുഡ്സുകള് കൊണ്ടുപോയി കൊടുക്കുന്നത്. പർച്ചേസ് ഓർഡർ കൊടുത്ത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. എന്ത്, ഗുഡ്സ് ആൻഡ് സർവീസിന്റെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഫണ്ട് നൽകുക. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഇനി സെക്കൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കിയേ. Responsibility to fulfill the needs of the department when justified. എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നീഡ്സ് അല്ലെ, ആവശ്യങ്ങൾ അനുസരിച്ച് ഫുൾഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ആര് റെസ്പോൺസിബിൾ ആണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ആണ്. റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ and if incomplete or incorrect has authority to challenge specification. എന്താണ്, നമ്മളിപ്പോ ഓർഡർ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്
യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് നമ്മൾ ഓർഡർ കൊടുക്കും. അപ്പൊ ചില കാര്യങ്ങൾ അവർ എന്ത് ചെയ്യും, സ്പെസിഫൈ ചെയ്ത് പറയും, ഇന്ന മെറ്റീരിയൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട്, ഇന്ന പർട്ടിക്കുലർ മെറ്റീരിയൽ വേണം എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ആ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വിലയിരുത്തണം, ഇവാലുവേഷൻ ചെയ്യാം. അതുപോലെ തന്നെ അവര് ഓർഡർ കൊടുത്തത് അവര് എന്താണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുമ്പോൾ ചിലപ്പോ തെറ്റായിട്ടുള്ള എന്താണ് മെറ്റീരിയൽസ് കൊണ്ടുവരാം. ചിലപ്പോൾ നമ്മൾ 10 ഓർഡർ കൊടുത്തു, ചിലപ്പോൾ 8 കൊണ്ടുവരാം, അല്ലെങ്കിൽ 10 ഓർഡർ കൊടുത്താൽ ചിലപ്പോൾ 15 കൊണ്ടുവരാം. അങ്ങനെ തെറ്റായിട്ടുള്ള ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയിലൊക്കെ ഒരു മെറ്റീരിയൽസ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാം. അങ്ങനെ തെറ്റായ രീതിയിൽ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്താണ്, അത് ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരം ഇവർക്കുണ്ട്. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് എന്താ പറഞ്ഞത്, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് വിലയിരുത്താം. അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് തെറ്റായിട്ടുള്ള തെറ്റായിട്ടുള്ള മെറ്റീരിയൽസും കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോ ശ്രദ്ധിക്കുന്നില്ല നിങ്ങള്, എന്താ പറഞ്ഞത്, ചിലപ്പോ 10 ഓർഡർ ചെയ്ത് ചിലപ്പോൾ 8 കൊണ്ടുവരാം, അല്ലെങ്കിൽ 10 ഓർഡർ ചെയ്ത് ചിലപ്പോൾ 15 കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ തെറ്റായ ഓർഡറുകൾ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ തെറ്റായ മെറ്റീരിയൽസ് ഓർഡർ ചെയ്ത് വരുമ്പോൾ അവരെ അതിനകത്ത് ചോദ്യം ചെയ്തിട്ടുള്ള അധികാരം ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ട്. പിന്നെന്താണ്, ഫോർത്ത് പോയിന്റ് എന്താണ്, റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ഓൾ വെൻഡേഴ്സ് representative and arrange for bidding or negotiation for and services. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ്, നമ്മൾക്ക് യോജിച്ചതായിട്ടുള്ള സപ്ലൈസിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. പറഞ്ഞില്ലേ നമ്മള്, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, വെൻഡേഴ്സ് വെഞ്ചർ ആരാണ്, വിതരണക്കാരനല്ലേ, സപ്ലയറിനെയാണ് വെഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ വെഞ്ചറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂ നടത്തണം അല്ലെ, ഇന്ന വിലക്ക് തരുമോ, ഇന്ന ക്വാണ്ടിറ്റിയിൽ തരുമോ, ഇത്ര രൂപയ്ക്ക് കിട്ടുമോ എന്നുള്ളത് നമ്മള് ചർച്ച നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ മീറ്റിംഗ് അല്ലെ, ലേലത്തിലൂടെയും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വെൻഡേഴ്സിനോട് നമ്മൾ ചർച്ച ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്, ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഇനി എന്താണ് ലാസ്റ്റ് വൺ നോക്കിയേ, to get correct quantity and quality at the economical price and to supply materials and needs for various departments. ഇതാണ് നല്ല കറക്റ്റ് ക്വാളിറ്റിയിലും കറക്റ്റ് ക്വാണ്ടിറ്റിയിലും എക്കണോമിക് പ്രൈസിലും എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്ത് കൊടുക്കണം. അതും അതിന്റെ ഡ്യൂട്ടിയാണ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? 5 കാര്യങ്ങള് ഒന്നുകൂടി മിസ് പറയാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായിരുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഫണ്ട് നൽകുക, ഇതാരുടെ ഡ്യൂട്ടിയാണ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെന്താ പറഞ്ഞത്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങൾ അനുസരിച്ച് ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം. പിന്നെന്താണ് തേർഡ് വൺ പറഞ്ഞത്, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ അവര് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള തെറ്റായ ഐറ്റംസ് ഒന്ന് കൊണ്ടുവരാം. ഓർഡർ ചെയ്യുമ്പോൾ തെറ്റായ ഐറ്റംസ് കൊണ്ടുവരാം. അങ്ങനെ തെറ്റായ ഐറ്റംസും കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു എന്താണ് അധികാരം ആർക്കുണ്ട്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെന്താണ്, നമ്മള് ഇങ്ങനെ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകൾ വെക്കാറുണ്ട് അല്ലെ, സപ്ലൈസുമായിട്ട്. അപ്പൊ സപ്ലൈസിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് ക്വാളിറ്റിയിലും കറക്റ്റ് ക്വാണ്ടിറ്റിയിലും എക്കണോമിക് പ്രൈസിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ ആവശ്യമനുസരിച്ചുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, 5 പോയിന്റ്സ് ഒന്ന് വായിച്ചേ. ക്ലിയർ ആണോ? 5 കാര്യങ്ങളും പറഞ്ഞത് ഡൗട്ട് വരുന്നുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ.
കാണിച്ചു നോക്കിയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? 5 പോയിന്റ്സ്. ഓക്കെ ആണോ? ആരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസ് മാനേജർ. ആരാണ് പർച്ചേസ് മാനേജർ? നോക്കാം. പർച്ചേസ് മാനേജർ ആരാണ് നോക്കിയേ. A person that normally runs the purchase department is called purchase manager. അവിടെ ഒരു 6 ചേർത്ത് കൊടുക്കണം കേട്ടോ. പ്രിന്റിംഗ് എററുണ്ട്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മാനേജറിന് 6 ചേർത്ത് കൊടുക്കാം. The person that normally runs the purchasing department is called purchasing manager. എന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യിപ്പിക്കുന്ന പേഴ്സണെയാണ് നമ്മൾ പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. അടയാളപ്പെടുത്തി വെക്കാം കേട്ടോ. പർച്ചേസിംഗ് മാനേജർ ആരാണെന്ന് ചോദിക്കാം, മാർക്ക് ചെയ്ത് വെക്കാം. പർച്ചേസ് മാനേജർ എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യിപ്പിക്കുന്ന പേഴ്സൺ ആണ് പർച്ചേസ് മാനേജർ. ഇനി അടിയിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Then purchasing job description that is strategic in nature and usually consists of the following. First point nokiye. Maintaining the purchasing policy and ensuring that all purchasing sticks to it. എന്താ പറയുന്നത്? പർച്ചേസിംഗ് പോളിസീസ് രൂപപ്പെടുത്തുകയും അല്ലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ് രൂപപ്പെടുത്തുക. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപപ്പെടുത്തുകയും അതുപോലെ തന്നെ അത് എല്ലാ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? പർച്ചേസിംഗ് പോളിസീസ് രൂപപ്പെടുത്തുകയും അതനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ക്ലിയർ ആണോ? Maintaining the purchasing policies and ensuring that all purchasing do it. Purchasing policies രൂപപ്പെടുത്തുകയും അതനുസരിച്ചിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കി. Choosing the suppliers that the company will deal with and keeping that legal injunction with them. എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ? സപ്ലൈസിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റല് മെറ്റീരിയൽസ് ഓർഡർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിനെ യോജിച്ചതായിട്ടുള്ള നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സിന്റെ കാര്യമൊക്കെ അംഗീകൃതമായിട്ടുള്ള ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് യോജിച്ചതായിട്ടുള്ള സപ്ലൈയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും? തെരഞ്ഞെടുക്കും. പഠിച്ചിട്ടുണ്ട് നമ്മള്. ഇത് വായിക്കാത്തതിന്റെ കാരണങ്ങളാവാം. ഓർമ്മ വരുന്നുണ്ടോ ഞാൻ പറഞ്ഞപ്പോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് എന്നുള്ളതില് ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ്? വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് യോജിച്ചതായിട്ടുള്ള സപ്ലൈയേഴ്സിനെ തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് എന്താണ്? നിയമപരമായിട്ടുള്ള ഒരു ഇടപെടൽ വേണം. അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നിലനിർത്താനായിട്ട് ലീഗൽ ഇന്ററാക്ഷൻ ഒക്കെ കീപ്പ് ചെയ്യണം. പിന്നെന്താണ്? മാനേജിങ് എനി SLAs. നോക്കാട്ടോ. SLA എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് ലീഗൽ എഗ്രിമെന്റ്. ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പാൻഡ് SLA എന്ന് പറഞ്ഞാല് സർവീസ് ലീഗൽ എഗ്രിമെന്റ് എന്ന് എഴുതിക്കൊള്ളണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ചെയ്ത് വെക്കാം. That may be in place and managing any master agreement between the suppliers and the company. നമ്മള് ഒരു പർച്ചേസ് ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ മെറ്റീരിയൽസോ എക്യുപ്മെന്റോ ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വാറന്റി അല്ലെ? വാറന്റി ഗ്യാരന്റിക്ക് നമ്മൾ നോക്കാറില്ല. അതിന് ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോ നോക്കാറുണ്ടോ നിങ്ങള്?
വാറന്റിയോ അല്ലെങ്കിൽ ഗ്യാരന്റി ഒക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ഈ ഹോസ്പിറ്റലാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ് ഓർഡർ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് എത്ര ഗ്യാരന്റി എത്ര വാറന്റി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ആര് നോക്കാം? പർച്ചേസിംഗ് മാനേജർ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലാകുമ്പോൾ ബൾക്കായിട്ട് നമ്മൾ ഓർഡർ കൊടുക്കും അല്ലെ, വലിയ രീതിയിലായിരിക്കും നമ്മള് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അതാണ് മാസ്റ്റർ എഗ്രിമെന്റ്. പ്രേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ രീതിയിലുള്ള എഗ്രിമെന്റ് അവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാസ്റ്റർ എഗ്രിമെന്റ് ആയാലും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സർവീസ് ലെവൽ എഗ്രിമെന്റ്, ഗ്യാരണ്ടി വാറന്റി തരുന്നതാണ് സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിന് കിട്ടുന്ന വാറന്റി എങ്ങനെയാണ്, ഗ്യാരണ്ടി എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പർച്ചേസ് മാനേജർ ചെക്ക് ചെയ്യണം, മാനേജ് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയില്ലേ? ഈ എന്താണ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓരോ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യാം, സെലക്ട് ചെയ്യാം, അവർക്ക് ട്രെയിനിങ് കൊടുക്കാം, അവരുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? പർച്ചേസിംഗ് മാനേജർ. പിന്നെന്താണ്? കൊളാബറേഷൻ വിത്ത് അവർ ഡിപ്പാർട്ട്മെന്റ്, എസ്പെഷ്യലി ദ അക്കൗണ്ടിംഗ്, മാനുഫാക്ചറിംഗ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്സ്. എന്താണ് എസ്പെഷ്യലി എന്ന് പറഞ്ഞാല്? പ്രത്യേകമായിട്ട് അല്ലെ, അവർ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കൊളാബറേഷൻ. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹകരിക്കുക കേട്ടോ, സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് അക്കൗണ്ടിംഗ് മേഖല, മാനുഫാക്ചറിംഗ്, സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകാനായിട്ട് അവർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ചു പോകണം. അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? അതൊക്കെ ചെയ്യേണ്ടത് പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. പിന്നെന്താ പറയുന്നത്? budgeting, costing and cost saving after analyzing the management information available. അപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ വിവരങ്ങൾ അല്ലെ, മാനേജ്മെന്റിന്റെ വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷം എന്ത് ചെയ്യണം? ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, കോസ്റ്റ് സേവിംഗ് നടത്തണം. ലഭ്യമായ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റിംഗ് നടത്താം, കോസ്റ്റിംഗ് നടത്താം, കോസ്റ്റ് സേവിംഗ് നടത്തുക. ഇതൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? പർച്ചേസ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. എന്താണ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ് അല്ലെ. അവിടെ വന്നിരിക്കുന്ന ഗുഡ്സ് ഒക്കെ നല്ല രീതിയിൽ എന്താണ് അവരുടെ സ്റ്റാഫിനായാലും അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിനായാലും നല്ല രീതിയിൽ സേഫ്റ്റി ആണോ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള ഡ്യൂട്ടി ആരുടെയാണ്? പർച്ചേസ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. പിന്നെന്താണ് എന്താ പറയുന്നത്? ഓവർസീയിങ് എനി ലാർജ് പ്രൊക്യൂർമെന്റ് ദാറ്റ് മേ ഹാപ്പൻ. ഓവർസീ അല്ലെ. ഓവർസീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർസീ എന്ന് പറഞ്ഞാൽ എന്താണ്? മേൽനോട്ടം വഹിക്കുന്നത്. ഓവർസീ എന്ന് പറഞ്ഞാല് മേൽനോട്ടം വഹിക്കുക. അപ്പൊ വലിയ സംഭരണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? പർച്ചേസ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്താണ്? ലിയേസൺ. ലിയേസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിയേസൺ ബന്ധം, ബന്ധം എന്നാണ് കേട്ടോ പറയുന്നത്. ലിയേസൺ കമ്മ്യൂണിക്കേഷൻ ഓർ corporation which make easy for a close working relationship between people. എന്താണ്? അവിടെയുള്ള സ്റ്റാഫ് അല്ലെ, സ്റ്റാഫിനായാലും അവിടെ വരുന്ന പേഷ്യൻസിനായാലും നല്ല രീതിയിൽ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ സഹകരണവും നല്ല രീതിയിലുള്ളൊരു ബന്ധം പുലർത്തണം. ആരുമായിട്ട്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമായിട്ട്, ലീഡേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള സഹകരിച്ച് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസിംഗ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? പർച്ചേസിംഗ് പോളിസീസ് രൂപപ്പെടുത്തുകയും അതനുസരിച്ചിട്ട് അവിടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതുപോലെ എന്താ? സപ്ലൈസിനെ നമ്മൾ സെലക്ട് ചെയ്യണം അല്ലെ. നമ്മളൊരു ലിസ്റ്റ് പ്രകാരം, വെൻഡേഴ്സിന്റെ ലിസ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ഗുഡ്സ് ആയിട്ടുള്ള സപ്ലൈസിനെ സെലക്ട് ചെയ്യുകയും
അവർക്ക് എന്താണ് ഒരു ലീഗൽ ഇന്ററാക്ഷൻ കീപ്പ് ചെയ്യും. അവര് മൊത്തം ഒരു ലീഗൽ ഇന്ററാക്ഷൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് നമുക്കൊരു പ്രൊഡക്റ്റിന് കിട്ടുന്ന ഗ്യാരണ്ടി, വാറണ്ടി, ഇതൊക്കെയാണ് സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാസ്റ്റർ എഗ്രിമെന്റ് എന്നുള്ളത് ഹോസ്പിറ്റലിൽ ബൾക്കായിട്ടാണ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് വലിയ രീതിയിലുള്ള എഗ്രിമെന്റിനെയാണ് മാസ്റ്റർ എഗ്രിമെന്റ്. ഈ മാസ്റ്റർ എഗ്രിമെന്റ് ആയാലും സർവീസ് ലെവൽ എഗ്രിമെന്റ് ആയാലും മാനേജ് ചെയ്യുന്ന ഡ്യൂട്ടി ആരുടെയാണ് പർച്ചേസിംഗ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാം, അവർക്ക് ട്രെയിനിങ് കൊടുക്കാം, അവരുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാം. ആ ഡ്യൂട്ടി പർച്ചേസിംഗ് മാനേജറിന്റെയാണ്. അതുപോലെ തന്നെ എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് നോക്കുക. അതൊക്കെ എന്താണ് ആരുടെ ഡ്യൂട്ടിയാണ്, ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് വരുന്നത്? പർച്ചേസിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി. അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ ബേസ് ചെയ്ത് അനലൈസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് സേവിങ്, കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ അവിടെ വരുന്ന ഈ മെറ്റീരിയൽസ് ഒക്കെ രോഗികൾക്കോ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനൊക്കെ സേഫ്റ്റി, നല്ല എന്താണ് സേഫ്റ്റി ഉണ്ടോ, പ്രൊട്ടക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് ചെയ്യണം. പിന്നെന്താണ് നല്ല രീതിയിൽ അല്ലെ അവിടെ നിയമപരമായിട്ടുള്ള എന്താ വലിയ സംഭരണത്തിൽ വലിയ സംഭരണം, വലിയ ലാർജ് പ്രൊക്യൂർമെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. വലിയ സംഭരണത്തിന്റെ മേൽനോട്ടം, ഓവർസീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽനോട്ടം വഹിക്കുക. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ, റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഡ്യൂട്ടിയും പർച്ചേസ് ചെയ്യാം. ഓക്കെ ആണോ? വായിച്ചു നോക്കി. ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ നിങ്ങള്? പർച്ചേസ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ക്ലിയർ ആണല്ലേ? ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ്. പർച്ചേസിംഗ് ക്ലർക്കിന്റെ മറ്റൊരു പേരാണ് എന്ത്? പർച്ചേസിംഗ് അസിസ്റ്റന്റ്. മാർക്ക് ചെയ്ത് വെക്കാട്ടോ. പർച്ചേസിംഗ് അസിസ്റ്റന്റിന്റെ മറ്റൊരു പേര് എന്താണ് ചോദിക്കാം? എന്തെഴുതും? പർച്ചേസിംഗ് ക്ലർക്ക് കേട്ടോ. രണ്ട് രീതിയിലും പറയുന്നുണ്ട്, ക്ലർക്ക് എന്നും അസിസ്റ്റന്റ് എന്നും പറയുന്നുണ്ട്. നോക്കിയേ, പർച്ചേസിംഗ് ക്ലർക്ക് undertake day-to-day വർക്ക് അല്ലെ? day-to-day വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈനംദിന ജോലി ഏറ്റെടുക്കുന്നു. ആരാണ്? പർച്ചേസിംഗ് ക്ലർക്ക്.
പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടി എന്താണ്? ടു അണ്ടർടേക്ക് ഡേ ടു ഡേ വർക്ക്, ദൈനംദിന ജോലികളാണ് ഏറ്റെടുക്കുന്നത്. ചെയ്യാട്ടോ. പർച്ചേസിംഗ് ക്ലർക്ക് ആരാണ്? അതുപോലെ തന്നെ പർച്ചേസിംഗ് ക്ലർക്കിനെ പറയുന്ന മറ്റൊരു പേരുണ്ട്. 2 ക്വസ്റ്റ്യൻസ് വരാട്ടോ. ഓക്കെ, ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ. Collect and merge purchase orders and purchasing requisitions so as to order materials, goods and supplies. എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് ഇതിന്റെ ലിസ്റ്റുകൾ കളക്ട് ചെയ്യുകയും അതിന് ഓർഡർ കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈ പർച്ചേസിംഗ് ക്ലർക്കാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ആണോ അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്, എനിക്ക് ഓർഡർ കൊടുക്കണം എന്നുള്ളത് നോക്കിയിട്ട് ഓർഡർ കൊടുക്കുന്നത് ആരാണ്? പർച്ചേസിംഗ് ക്ലർക്കാണ്. അതാണ് ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ഏതാ പറയുന്നുണ്ട് നസ്രീൻ? പർച്ചേസിംഗ് ക്ലർക്കിന്റെ മറ്റൊരു പേര് പർച്ചേസിംഗ് അസിസ്റ്റന്റ്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. പർച്ചേസിംഗ് ക്ലർക്കിന്റെ മറ്റൊരു പേരാണ് പർച്ചേസിംഗ് അസിസ്റ്റന്റ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ടു അണ്ടർടേക്ക് ഡേ ടു ഡേ വർക്ക്, ദൈനംദിന ജോലി ഏറ്റെടുക്കുന്നു. കിട്ടിയില്ലേ മോളെ? ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. ഡെലിവർ ദം ടു ദ സപ്ലയേഴ്സ് അല്ലെ. നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? സപ്ലയേഴ്സിന് കൈമാറുന്നുണ്ട് അല്ലെ. നമ്മൾ ഓർഡർ എടുത്ത ശേഷം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണ് ഓർഡർ എടുത്ത ശേഷം വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നല്ലേ. കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾക്ക് ഈ സപ്ലയേഴ്സിന് നമ്മൾ ഓർഡർ കൊടുക്കണം. നമുക്ക് സപ്ലയേഴ്സിന് ഈ വിവരങ്ങൾ കൈമാറുന്നു. അതിനുശേഷം എന്താണ്? സപ്ലയർക്ക് നമ്മൾ ഓർഡർ കൊടുത്തു. ഇനി അതിനുശേഷം എന്താണ്? റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. ഒന്നുകൂടി നമ്മൾ നോക്കി, ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്യാം. റിഫ്രഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്യാം. അവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്? യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണോ, ക്വാളിറ്റിയിൽ അതുപോലെ പ്രൈസിലാണോ നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് എന്ന് ഒന്നും കൂടി റീചെക്ക് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും എന്താണ് ഓർഡറുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ളവ ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എന്ത് ചെയ്യാം? ഒന്നും കൂടി ഓർഡർ അസ്വീകരിക്കണം അല്ലെ. ആവശ്യമനുസരണം ഒന്നുകൂടി ഓർഡറുകൾ പുതുക്കി കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ അല്ല അവർക്ക് വേണ്ടത്. അല്ലെങ്കിൽ എന്താണ് 10 എണ്ണം വേണ്ട, 10 എണ്ണം വേണ്ട, 8 എണ്ണം മതി, അങ്ങനെയാണെങ്കിൽ എന്താണ് ഓർഡറുകൾ ഒന്നും കൂടി അവരുടെ ആവശ്യാനുസരണം ഒന്നും കൂടി പുതുക്കി കൊടുക്കുന്നു സപ്ലയേഴ്സിന്. മനസ്സിലായോ? 3 പോയിന്റ്. ആദ്യം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു, അതിനുശേഷം സപ്ലയറിന് ഓർഡർ കൊടുത്തു, ഒന്നുകൂടി റീചെക്ക് ചെയ്ത് നോക്കി. അപ്പോ എന്താണ്? ഇപ്പോ യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലല്ല നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നതെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ളതനുസരിച്ച് ഇപ്പൊ 10 എണ്ണം നല്ല വേണ്ടത്, അവർക്ക് 15 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അവരുടെ ആവശ്യമനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓർഡർ പുതുക്കി കൊടുക്കുന്നു. അതാണ് 3ാമത്തെ പോയിന്റിൽ പറയുന്നത്. അത്ര വരെ ക്ലിയർ ആണോ? ഇനി എന്താണ് നെക്സ്റ്റ് പറയട്ടെ? നെക്സ്റ്റ് പോയിന്റ് എന്താണ്? കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയേഴ്സ്. സപ്ലയർ എന്നാക്കണം കേട്ടോ അവിടെ. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയർ ഓൺ എ ഡെയിലി ബേസിസ്. എന്താ പറയുന്നത്? സപ്ലയറുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തണം അല്ലെ. എപ്പോ കിട്ടും, ഇനി എന്ന് കിട്ടും എന്നുള്ളത് എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സപ്ലയറുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡെയിലി ബേസിസിൽ നടത്തിക്കൊണ്ടിരിക്കുക. എപ്പോ വരും ഈ ഓർഡർ, എപ്പോ വരും, അപ്പൊ നമുക്ക് മെറ്റീരിയൽസ് കിട്ടും എന്നുള്ളത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കണം. ഇനി എന്താണ്? സ്ക്രൂട്ടനൈസ് ഡെലിവറീസ് എഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ്. എന്താണ്? ഓർഡറുകൾക്കെതിരെയുള്ള ഡെലിവറികൾ സൂക്ഷ്മമായി പരിശോധിക്കുക. എന്താ അങ്ങനെ പറഞ്ഞാല്? സപ്ലൈസിനോട് കൃത്യമായിട്ടാണോ നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്? ഇവർ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തരുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡറിൽ വ്യത്യാസം വരുമോ?
എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, സൂക്ഷ്മ പരിശോധന നടത്തുക. അതാണ് സ്ക്രൂട്ടനൈസ് ഡെലിവറീസ് അഗെയിൻസ്റ്റ് ദ ഓർഡർ. ഇനി എന്താ പറഞ്ഞത്, ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ എന്നാക്കണം കേട്ടോ. അവിടെ തെറ്റുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ഓൾഡൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് ഓർഡർ എന്നാക്കാം കേട്ടോ. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ഏത് ഓർഡറിന്റെയും സ്റ്റാറ്റസ് നമ്മൾ കണ്ടെത്തണം അല്ലെ. ഏത് ഓർഡറിന്റെയും സ്റ്റാറ്റസ് കണ്ടെത്തണം. നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ട് ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യില്ലേ, അപ്പൊ നമ്മൾ ട്രേസ് ചെയ്യാറില്ലേ, അവര് എന്താണ് നമ്മൾ വിളിക്കാറുണ്ടല്ലേ, എവിടെയാണ് നിങ്ങളുടെ ലൊക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു ചോദിക്കാറുണ്ട് എപ്പോ എത്തും, എപ്പോ സാധനം നിങ്ങൾക്ക് കിട്ടും, എത്ര മണിയാകുമ്പോ വീട്ടിലേക്ക് എത്തും ചോദിക്കാറില്ലേ നമ്മള്. അതാണ് ട്രേസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മൾ എന്താണ് അവരുടെ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ആ സ്റ്റാറ്റസ് നമ്മള് കണ്ടെത്തുക. ഓക്കെ ആണോ, മനസ്സിലായോ? ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ഇനി എന്താണ്, ഹാൻഡിൽ വിത്ത് on supplied orders, under orders, over orders and damaged goods. ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ എന്താണ് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, നമ്മൾ സപ്ലൈ ചെയ്യാത്ത ഗുഡ്സ് ഉണ്ടാവാം. എന്താണ് അണ്ടർ ഓർഡേഴ്സ് അല്ലെ. എന്താണ് അണ്ടർ ഓർഡേഴ്സ്? അണ്ടർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഡർ ചെയ്തതിനേക്കാളും കുറവ് ചിലപ്പോൾ ഉണ്ടാവും. അണ്ടർ എന്ന് പറഞ്ഞാല് ഓർഡർ ചെയ്തതിനേക്കാട്ടിലും കുറവായിരിക്കും നമുക്ക് കിട്ടുന്നത്, കുറവുള്ള ക്വാണ്ടിറ്റിയിലായിരിക്കും നമുക്ക് മെറ്റീരിയൽസ് ഉണ്ടാവുന്നത്. ഇനി ഓവർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാവാം, ഡാമേജ്ഡ് അല്ലെ, എന്തെങ്കിലും ഡാമേജസ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടാവും. മനസ്സിലായോ? അതൊക്കെ എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാം. മനസ്സിലായോ? നോൺ സപ്ലൈഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ ചെയ്യാത്ത ഓർഡർ അല്ലെ, സപ്ലൈ ചെയ്യാത്ത ഗുഡ്സുകൾ ചിലപ്പോൾ കൊണ്ടുവരാം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഓർഡർ ചെയ്തതിനെക്കാട്ടിലും കുറവായിരിക്കും മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്. അതാണ് അണ്ടർ ഓർഡർ. ഇനി എന്താണ് ഓവർ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ ഓർഡർ കൊടുത്തതിനെക്കാട്ടിലും കൂടുതലായിട്ട് അവർ കൊണ്ടുവരുന്നത്, കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരുന്നത്. അതുപോലെ ഡാമേജ് ഒക്കെ ആണോ, അത് ഹാൻഡിൽ ചെയ്യാം. പിന്നെ എന്താ പറയുന്നത്, make sure that any invoice are sent to accounts for payment. അല്ലെ, എന്താണ് നമ്മള് ഓർഡർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാം ചെക്ക് ചെയ്തു, കറക്റ്റ് ആണെങ്കിൽ നമുക്ക് തരാം. സപ്ലൈസ് എന്താ തരാം, നമുക്ക് എന്താ തരാം, ഇൻവോയ്സ് തരില്ലേ, ഇൻവോയ്സ് അല്ലെ, ബില്ല് തരാം അല്ലെ. ബില്ല് തന്നെ നമ്മളത് ചെയ്യും, അവർക്ക് പേ ചെയ്ത് കൊടുക്കും. അക്കൗണ്ട്സിൽ കൊണ്ടുപോയിട്ട് അവരായിരിക്കും ഫിനാൻഷ്യൽ അല്ലെ, അക്കൗണ്ട്സിൽ കൊണ്ടുപോയിട്ട് അവരായിരിക്കും ബില്ലുകള് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം എന്താണ്, ജനറേറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓൾ റിപ്പോർട്ട്സ്. എന്താണ്, എല്ലാ റിപ്പോർട്ട്സുകളും എന്ത് ചെയ്യാം, ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യണം. റിപ്പോർട്ട്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യാം, റിപ്പോർട്ട്സുകൾ ഉണ്ടാക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ക്ലിയറായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഒക്കെയാണോ പോയിന്റ്സ്? പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ.
ഇത്രയും വരെയും അടുത്ത ദിവസം വരുമ്പോൾ പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.